Hello friends, welcome to Arabic Guidance and Tutoring Part 1. Part 1-ൽ ഞാൻ നിങ്ങൾക്കായിട്ട് കുറച്ച് അറബിക് ആൽഫബറ്റ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അറബിക്കിൽ 28 ലെറ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ എല്ലാ ലെറ്റേഴ്സും കൂടി ഒരു പാർട്ടിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 6-7 ലെറ്റർ ഓരോ പാർട്ടായിട്ട് കവർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ പാർട്ടിൽ ഒരു 7 ലെറ്ററാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ നമ്മളെപ്പോഴും അറബിക്ക് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് എഴുതുന്നത്. അതെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ ഇവിടെയാണ്. 1 പോലെ ഇങ്ങനെ എഴുതുക. മുകളിലൊരു ചെറിയ ഒരു എസ് ഷേപ്പിനൊരു സിമ്പലുണ്ട്. അപ്പോൾ ഈ ലെറ്ററിൻ്റെ നെയിം അലിഫ് എന്നാണ്. അലിഫ്, ലെറ്ററിൻ്റെ നെയിം അലിഫ്. ഇപ്പോൾ മലയാളത്തിൽ നമ്മൾ കായെന്നോ ചായെന്നോ എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ ലെറ്ററിൻ്റെ നെയിം എന്താണെന്ന് ചോദിച്ചാൽ കായ എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതിൻ്റെ നെയിം ച, ഇതിൻ്റെ പ്രൊണൗൺസിയേഷനും കായാണ്, ഇതിൻ്റെത് ചായാണ്. പക്ഷേ അറബിക്കിൽ അങ്ങനെയല്ല. അറബിക്കിൽ ഓരോ ലെറ്ററിനും ഓരോ നെയിം ഉണ്ട്. നെയിം കഴിഞ്ഞിട്ടാണ് അതിനൊരു പ്രൊണൗൺസിയേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് 1 പോലെ എഴുതിയിട്ട് മുകളിലൊരു ചെറിയ ഒരു എസ് ഇടുന്ന ഈ ഒരു ലെറ്ററിൻ്റെ പേര് ഫസ്റ്റ് ലെറ്ററാണ്. ഈ ലെറ്ററിൻ്റെ പേരാണ് അലിഫ്. അതിൻ്റെ പ്രൊണൗൺസിയേഷൻ വരുന്നത് അ, മലയാളത്തിൽ അ. രണ്ടാമത്തെ ലെറ്ററിൻ്റെ ഷേപ്പ് ഒരു ബോട്ട് ഷേപ്പാണ്. അങ്ങനത്തെ ഒരു 3 ലെറ്റർ ഉണ്ട്. 3 ലെറ്ററും ഒരേ ഷേപ്പാണ്. ശ്രദ്ധിക്കുക. മൂന്ന് ലെറ്ററും ഒരേ ഷേപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഫസ്റ്റിലത്തെ 1 പോലെയുള്ള അലിഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള 3 ലെറ്ററും ഈ ബോട്ട് ഷേപ്പിലുള്ളതാണ്. ഇതിൽ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ലെറ്ററിൻ്റെ താഴെ ഒരു ഡോട്ടാണുള്ളത്. സെക്കൻഡ് ലെറ്ററിൽ മുകളിൽ 2 ഡോട്ടാണുള്ളത്. തേർഡ് ലെറ്ററിൽ മുകളിൽ 3 ഡോട്ടാണുള്ളത്. ശ്രദ്ധിക്കണം, ഈ ഫസ്റ്റിലത്തെ ലെറ്ററിൻ്റെ ഡോട്ട് താഴെയാണുള്ളത്. ബാക്കി 2ലും മുകളിലാണ് ഡോട്ടുള്ളത്. അപ്പോൾ ഒരു ഡോട്ടുള്ള ഈ ലെറ്ററിൻ്റെ പേരാണ് ബ. ഈ ഫസ്റ്റ് ലെറ്ററിൻ്റെ പേരാണ് ബ. ബ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഉച്ചാരണം മനസ്സിലായി കാണും. ബ, മലയാളത്തിൽ ബ. അപ്പോൾ ഫസ്റ്റ് അലിഫ് കഴിഞ്ഞ് വരുന്ന 3 ലെറ്ററും ഒരേ ഷേപ്പിലുള്ളതാണ്. അടിയിൽ ഒരു ഡോട്ട് വരുന്ന ഈ ഫസ്റ്റ് ലെറ്ററിൻ്റെ പേര് ബ എന്നാണ്. ബ. രണ്ടാമത്തത് ത, ത, ത. ഫസ്റ്റ് അലിഫ് ബ ത, ത്. മലയാളത്തിൽ ഒരു ടുവും അല്ല തുവും അല്ലാത്ത ഒരു പ്രൊണൗൺസിയേഷനാണ് ഇതിന് കൊടുക്കുന്നത്. അലിഫ് ബ ത, ത്. അടുത്ത വരുന്ന 3 ഡോട്ട് വരുന്ന ഈ ലെറ്ററിൻ്റെ പേര് സ, സ. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ നമ്മൾ ത എന്നാണ് എഴുതുന്നതെങ്കിലും വായിക്കുന്നത് സ എന്നാണ്. സ്, സ. നമ്മുടെ മലയാളത്തിൽ ത്, സ, സ. ഈ ഒരു പ്രൊണൗൺസിയേഷനാണ് വരുന്നത്. നമ്മുടെ ടങ് കൊണ്ടുവന്ന് ഫ്രണ്ടിലത്തെ ലിപ്പിൽ ടച്ച് ചെയ്ത് ഉള്ള ഒരു സൗണ്ടാണ് വരുന്നത്. സ, സ. അപ്പോൾ ഈ 4 ലെറ്റർ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റിലെ ലെറ്റർ 1 പോലെ ഇങ്ങനെ വരയ്ക്കുക. മുകളിൽ ഒരു ചെറിയ എസ് ഷേപ്പ്. അലിഫ് അ, ബ ബ, ത ത്, ഫ സ്. അലിഫ് ബ ത സ. ഈ 4 ലെറ്റർ ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. ഡോട്ടുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അറബിക്കിൽ നമ്മൾ മലയാളത്തിലെ പോലെയല്ല, ചേർത്താണ് എഴുതുന്നത്. ഇപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡോട്ടാണ് ഞാൻ താഴെ ഇടുന്നതെങ്കിൽ ഈ ലെറ്ററിനെ ഞാൻ ബ എന്ന് വായിക്കണം. ഈ മുകളിലാണ് പോകുന്നതെങ്കിൽ അത് തായായി മാറി. മുകളിൽ 3 ഡോട്ടാണ് വന്നിരുന്നെങ്കിൽ അത് സായായി മാറി. അപ്പോൾ ഈ മുകളിലത്തെ 3 ഡോട്ട് ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ 3ആയിട്ട് ഇടാൻ പാടില്ല. അത് ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ ഇടണം. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് അറബിക്കിൽ ഡോട്ടുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. നിങ്ങൾ ഡോട്ട് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡോട്ട് മാറിയാൽ അക്ഷരം മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ 4 ലെറ്റർ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഷേപ്പിൽ ഒരു 3 ലെറ്റർ കൂടിയാണ്. ഇതുപോലെ തന്നെ ഒരൊറ്റ ഷേപ്പ് നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഈ ഒരു ഷേപ്പ് ഇങ്ങനെ ചെറിയൊരു
ലൈൻ ഇങ്ങനെ വന്നതിന് ശേഷം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, ഒരു കർവ്ഡ് ഷേപ്പിൽ ഇങ്ങനെ വരയ്ക്കുക. ഈ ഒരു ഷേപ്പ് ഓർത്ത് വെച്ചിരിക്കുക. അങ്ങനത്തെ 3 ലെറ്ററാണ് അടുത്തതുള്ളത്. അപ്പോൾ ഇതിലും ഡോട്ടുകൾക്ക് ഉള്ള വ്യത്യാസമാണ് ഈ ലെറ്ററിനെ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഓരോ ലെറ്ററിനും ഫസ്റ്റ് ലെറ്ററിൻ്റെ ഡോട്ട് ഇവിടെയാണ് വരുന്നത്, രണ്ടാമത്തെ ലെറ്ററിന് ഡോട്ട് ഇല്ല, മൂന്നാമത്തെ ലെറ്ററിൻ്റെ ഡോട്ട് മുകളിലാണ് വരുന്നത്. അപ്പം ഈ ഫസ്റ്റിൽ ഈ ഒരു ഡോട്ടുള്ള ഈ ലെറ്ററിൻ്റെ പേരാണ് ജീം. ജീം. ജീമിൻ്റെ പ്രൊണൗൺസിയേഷൻ ജ്, മലയാളത്തിൽ ജ്. അപ്പോൾ ഈ ഫസ്റ്റ് ലെറ്ററിൻ്റെ പേര് ജീം എന്നാണ്, ആ ലെറ്ററിൻ്റെ പ്രൊണൗൺസിയേഷൻ വരുന്നത് ജ്. രണ്ടാമത്തെ ഡോട്ട് ഇല്ലാത്ത ഈ ലെറ്ററിൻ്റെ പേരാണ് ഹ. ഹ. പേര് പോലെ തന്നെ അതിൻ്റെ പ്രൊണൗൺസിയേഷനും ഹ. ഹ. ജീം, ഹ, ഖ. ഈ ഒരു ലെറ്ററിന് പ്രൊണൗൺസിയേഷൻ വരുന്ന കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമ്മുടെ ത്രോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രത്യേക സൗണ്ടാണ് ഖ. ഖ ഇങ്ങനെ എടുക്കണം. നമ്മുടെ നഖം, മേഘം എന്നൊക്കെ എഴുതുന്ന ഖ അല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ് അത് പ്രൊണൗൺസ് ചെയ്യാൻ. ഖ. അപ്പോൾ ഈ ലെറ്ററിന് ഖ എന്നുള്ള ഒരു ഉച്ചാരണമാണ് കൊടുക്കുന്നത്. മലയാളത്തിൽ കറക്റ്റ് ഒരു ലെറ്റർ അതിന് എഴുതാൻ പറ്റില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ജീം, ഹ, ഖ. ജീം, ഹ, ഖ. അപ്പോൾ ഇന്ന് നമ്മൾ മൊത്തം 7 ലെറ്റർ പഠിച്ചിട്ടുണ്ടെങ്കിലും ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. 3 ഷേപ്പ് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. അലിഫ്, 1 പോലെ എഴുതുന്ന അലിഫ്, ഈ ബോട്ട് ഷേപ്പിൽ വരുന്ന 3 ലെറ്റർ, പിന്നെ ഈ ഒരു ലെറ്റർ. ഇതിനും ഈ ഡോട്ടുകൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അലിഫ്, അ, ബ, ബ, ത, ത, സ, സ്, ജീം, ജ്, ഹ, ഹ്, ഖ, ഖ്. അപ്പോൾ ഇനി ഇത് ഒരു ലൈനുള്ള ഒരു ബുക്കിൽ എഴുതുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത് എഴുതുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് അലിഫ് ലൈനിന് മുകളിലാണ് എഴുതുന്നത്. അടുത്ത ബ ലൈനിന് മുകളിലാണ്. സ, ത ലൈനിന് മുകളിൽ. അടുത്ത സ, അതും ലൈനിന് മുകളിലാണ് എഴുതുന്നത്. ട്രയാങ്കുലർ ഷേപ്പിൽ തന്നെ ഡോട്ട് ഇടണം, പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് ജീം, ഹ, ഖ. ഈ 3 ലെറ്റർ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ അതിൻ്റെ ഹാഫ് പോർഷൻ മുകളിലും ബാക്കി താഴെയുമായിട്ടാണ് എഴുതുന്നത്. ജീം, ഇതിൻ്റെ ഡോട്ട് ഇവിടെ ഇടുക, ജീമിൻ്റെ. അടുത്ത് ഡോട്ട് ഇല്ലാത്ത ഹ. അടുത്തത് ഡോട്ട് ഉള്ള, മുകളിൽ ഡോട്ടുള്ള ഖ, ഖ. അപ്പോൾ ഈ ലെറ്ററിൻ്റെ ഇത്ര ഭാഗം താഴോട്ടാണ് വരുന്നത് ലൈനിൻ്റെ. ഒന്നുകൂടി ശ്രദ്ധിക്കുക, അലിഫ്, ബ, ത, സ, ജീം, ഹ, ഖ. ഈ 7 ലെറ്ററുകൾ നിങ്ങൾ കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കുക. ഒരു പേജിൽ ഈ 4 ലെറ്റർ എഴുതുക, അടുത്ത പേജിൽ ജീം, ഹ, ഖ ഇതൊന്നിച്ചെഴുതുക. പല പ്രാവശ്യം എഴുതിയാൽ മാത്രമേ ഈ ലെറ്റർ അവരുടെ മനസ്സിൽ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എഴുതി പഠിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന മെയിൽ ഐ ഡിയിൽ മെയിൽ ചെയ്യുക. താങ്ക് യു. നന്ദി, നമസ്കാരം.